വില്യാപ്പള്ളിയിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കലുങ്കിൽ വീണ് കാൽനടയാത്രക്കാരൻ മരിച്ചു. പ്രദേശവാസിയായ ഏലത്ത് മൂസയാണ് മരിച്ചത്. അമരാവതിയിലെ ജെ കേരള കലാവേദിക്ക് സമീപം പ്രവൃത്തി നടക്കുന്ന ഓവുപാലത്തിൽ വീണ നിലയിൽ രാത്രി 11:30 കാണപ്പെടുകയായിരുന്നു. വൈകിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു മൂസ. കുറ്റ്യാടി നാദാപുരം നിയോജക മണ്ഡലങ്ങളിലെ സ്വപ്ന പദ്ധതിയായ വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് പ്രവൃത്തി ഇവിടെ പുരോഗമിക്കുകയാണ്. ദേശീയപാതയും സംസ്ഥാന പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും വടകര നഗരസഭയിലൂടെയും വില്യാപ്പള്ളി ആയഞ്ചേരി പുറമേരി നാദാപുരം ഗ്രാമപഞ്ചായത്തുകളിലൂടെയും കടന്നുപോകുന്നതായ വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് 12 മീറ്റർ വീതിയിലാണ് വികസിപ്പിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത്. ഇന്നലെ രാത്രി ഒരു 6:30-ക്ക് ശേഷം ഇയാളെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ വന്നതാണ്. അപ്പോൾ കാണാതായപ്പോൾ ഒരു 11:30-12 മണിക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ വീണിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വന്ന് MJ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്താ വെച്ചാൽ പല പ്രാവശ്യവും ഞങ്ങളാണ് ഇവിടെ നിയന്ത്രിച്ചത്. ട്രാഫിക് നിയന്ത്രണം എന്താ വെച്ചാൽ ഒരു വാഹനം കടന്നു പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾ ചിലപ്പോൾ ഇടച്ച് കാറ്റിയിട്ടെല്ലാം ഒരു 2-3000 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഇവിടെ. അപ്പോൾ ഈ നടന്നു പോകുവാനുള്ളൊരു സംവിധാനം എടുക്കാത്തത് വലിയ പ്രതിഷേധം തന്നെയാണ്. ആൾക്ക് എങ്ങനെയെങ്കിലും ഒരു നടന്നു പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അധികൃതർ തയ്യാറാകണം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പ്രശ്നപരിഹാരം ഉടനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കലുങ്ക് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യമില്ല. വശത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ കലുങ്കിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. ഇത് അപകട ഭീഷണിയാണ്. ഞങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പോകാനുള്ള തീരെ ഗൗനിച്ചില്ലാത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് കടന്നു പോകാനുള്ള ഒരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പോകുന്നതിന് പ്രത്യേകം ഇത് വാഹനം കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ട്. അത് ശരി ഉണ്ടാക്കി പോകണം. എന്നിരുന്നാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടി ജനങ്ങൾ പോകുന്നതിനുള്ള ചെറിയൊരു ഗ്യാപ്പ് വേണ്ട. അതിനുണ്ടായിട്ടില്ല. 1000-കണക്കിന് കുട്ടികളോട് പഠിക്കുന്നുണ്ട്. VHS ഹൈസ്കൂൾ VHS എല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ. ആ കുട്ടികൾക്ക് പോകാനുള്ള രാവിലെയും വൈകുന്നേരം തിരിച്ചും മറിഞ്ഞും പോകുന്നേരം തീരെ ഒരു സൗകര്യം ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പ് കൂടി ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിനുള്ള അങ്ങേപ്പുറം കുഴിയുണ്ട്. ആ കുഴി അടക്കുവാനുള്ള സംഗതി പോലും വെച്ചിട്ടില്ല. അന്ന് ചെറിയ കാലി ട്രമാറ്റുണ്ടായിരുന്നു. അതും വീണ്ടും വീണത് എങ്ങനെയായാലും വീണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾക്കെല്ലാം വലിയ പ്രതിഷേധമുണ്ട് കാര്യത്തിൽ. ജനങ്ങൾ തീരെ ഗവനിച്ചില്ല എന്നുള്ളത് നടന്നു പോകാനുള്ളത്. എങ്ങനെ മുകളിൽ കൂടി പറക്കാനാവില്ലല്ലോ. ഈ സൈഡിൽ കൂടി തന്നെ പോകണ്ടേ. ഒരുപാട് വാഹനം പോകുന്നുണ്ട്. അതുപോലെ തന്നെ 1000-കണക്കിന് കുട്ടികൾ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സൗകര്യം ചെയ്തില്ല എന്നുള്ളത് നമുക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് വേണ്ട ഉടനെ ഞാൻ നടപടി എടുക്കുന്നതാണെന്ന് നമുക്ക് പറയാനുള്ളത്. എന്നെങ്കിലും ഇനി ആവർത്തിക്കരുത്. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ഓവുചാലിൽ കുഴിക്കുമ്പോൾ വേണ്ടത്ര സുരക്ഷിതം വേണ്ട. അത് സുരക്ഷിതയില്ലാതെ രീതിയിലോലെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ തൊട്ട മുമ്പിൽ പോസ്റ്റിൻ്റെ മുകളിൽ ലൈറ്റോ കാര്യങ്ങൾ കണ്ട ഒരു സംഗതി ഒന്നുമില്ല. ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഡ്രമ്മ് തട്ടി വീണായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ എങ്ങനെ തട്ടിയാൽ പിടിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കാലത്തിൽ അറിയുന്നത്. ഏതായാലും പിന്നെ ഈ പണിയെടുക്കുന്ന കോൺട്രാക്ടർക്ക് ഒരു ഉത്തരവാദിത്തം കുറവാണെന്ന് കണ്ട കാഴ്ചക്ക് മനസ്സിലാകുന്നുണ്ട്.